നമസ്കാരം. കറാച്ചി തീരത്ത് K2 എയർവേസിന്റെ ബോയിങ് 737 കാർഗോ വിമാനം അപ്രത്യക്ഷമായ സംഭവം പാകിസ്ഥാന്റെ തകർന്നടിഞ്ഞ ഭരണകൂടത്തിന്റെയും സുരക്ഷാ സംവിധാനങ്ങളിലെ പൊള്ളത്തരത്തിന്റെയും മറ്റൊരു ദയനീയ ചിത്രമാണ്. 2026 ജൂലൈ 7 ആ രാത്രിയിൽ 5 ജീവനക്കാരുമായി പറന്ന വിമാനം ആകാശത്ത് വെച്ച് അപ്രത്യക്ഷമായത് ആ രാജ്യത്തെ വ്യോമയാന മേഖല എത്രമാത്രം അരക്ഷിതമാണ് എന്നതിന്റെ തെളിവ് കൂടിയാണ്. അച്ചടക്കമില്ലാത്ത ഭരണവും സുരക്ഷാ മാനദണ്ഡങ്ങളെ പാടെ അവഗണിക്കുന്ന ശൈലിയും അയൽ രാജ്യത്തെ ഓരോ നിമിഷവും വൻ ദുരന്തത്തിലേക്ക് തള്ളിയിടുകയാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുമെന്നത് വിശ്വസിക്കുന്നത് തന്നെ വിഡ്ഢിത്തരമാണ്. ഈ വിമാനാപകടം വെറും ഒരു സാങ്കേതിക തകരാറായി മാത്രം കാണാൻ കഴിയില്ല. 2020 പാകിസ്ഥാനിൽ നടന്ന വിമാന ദുരന്തത്തിന്റെ ഓർമ്മകളൊന്നും മായാതെ നിലനിൽക്കുന്നു. 98 പേരുടെ ജീവൻ നഷ്ടമായ ആ അപകടത്തിൽ പൈലറ്റുമാരുടെയും എയർ ട്രാഫിക് കൺട്രോളർമാരുടെയും അനാസ്ഥയാണ് പ്രധാന കാരണമായി ഉയർന്നു വന്നത്. പാകിസ്ഥാനിലെ ഭരണകൂടത്തിന്റെ നിയന്ത്രണമില്ലാത്ത മേഖലകളിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് തീർത്തും ലജ്ജാകരമാണ്. വിമാനം അപ്രത്യക്ഷമാകുമ്പോൾ അതിനെ കണ്ടെത്താനോ കൃത്യമായ നിരീക്ഷണം നടത്താനോ സാധിക്കാത്ത പാക് സംവിധാനങ്ങളുടെ പിടിപ്പുകേട് ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ്. ഇന്ന് കറാച്ചി തീരത്ത് കാണാതായ ഈ വിമാനം ആ രാജ്യത്തെ അഴിമതി നിറഞ്ഞ സംവിധാനങ്ങളുടെ ഇരയാണോ എന്ന സംശയം ശക്തമാണ്. വിമാനം എഞ്ചിൻ തകരാർ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പരാജയപ്പെടുന്നതിനേക്കാൾ ഉപരിയായി ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തി ഇല്ലായ്മയാണ് ഇവിടെ ദൃശ്യമാകുന്നത്. സ്വന്തം ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്തവർ എങ്ങനെയാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുക? ഈ ചോദ്യം പാകിസ്ഥാനിലെ ഭരണാധികാരികളുടെ കഴിവുകേടിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അഴിമതിയും സ്വജനപക്ഷപാതവും മാത്രം ലക്ഷ്യം വെക്കുന്ന ഒരു ഭരണകൂടത്തിന് എന്ത് സുരക്ഷ നൽകാൻ സാധിക്കും? രാജ്യസുരക്ഷയും വ്യോമയാന സുരക്ഷയും ഒരു ഭരണകൂടത്തിന്റെ കരുത്തിന്റെ പ്രതീകമാണ്. എന്നാൽ പാകിസ്ഥാനിൽ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അഴിമതിയും അനാസ്ഥയും മാത്രമാണ് നടക്കുന്നത്. ഭാരതം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അച്ചടക്കത്തിന്റെയും വികസനത്തിന്റെയും ലോകശക്തിയായി മാറുമ്പോൾ പാകിസ്ഥാൻ ഇത്തരം നിസ്സാരമായ ദുരന്തങ്ങളിൽപ്പെട്ട് വീർപ്പുമുട്ടുന്നത് അവരുടെ ഭരണകൂടത്തിന്റെ സമ്പൂർണ്ണ തകർച്ചയാണ് കാണിക്കുന്നത്. ശക്തമായ നിരീക്ഷണവും കൃത്യമായ സുരക്ഷാ പരിശോധനകളും ഇല്ലാത്തതാണ് ഇത്തരം അജ്ഞാത തിരോധാനങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. അച്ചടക്കമില്ലാത്ത രാജ്യത്ത് സുരക്ഷാ സംവിധാനങ്ങൾ കേവലം നാമം മാത്രമാണ്. ഒരു വിമാനം അപ്രത്യക്ഷമാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോലും അവിടെ ആളില്ലാത്ത അവസ്ഥയാണ്. തിരച്ചിലിന് വിന്യസിച്ച നാവികസേനയുടെ കപ്പലുകളോ വ്യോമസേനയുടെ വിമാനങ്ങളോ ഇതുവരെ ഒരു ചെറിയ തുമ്പ് പോലും കണ്ടെത്താത്തത് എന്തിനെ സൂചിപ്പിക്കുന്നു? തിരച്ചിലിന് വേണ്ടിയുള്ള കാര്യക്ഷമമായ ആസൂത്രണം ഇല്ലായ്മയാണ് ഇവിടെ വെളിപ്പെടുന്നത്. കറാച്ചി തുറമുഖത്തിന്റെ സമീപത്ത് പോലും സുരക്ഷാ നിരീക്ഷണം ഇത്രയും ദുർബലമാണെങ്കിൽ പാകിസ്ഥാന്റെ അതിർത്തികൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങളുടെ സുരക്ഷയേക്കാൾ ഭരണാധികാരികളുടെ സ്വാർത്ഥതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യത്ത് ഇത്തരം ദുരന്തങ്ങൾ പതിവാകുന്നത് സ്വാഭാവികം മാത്രമാണ്. ഈ ദുരന്തം ഒരു വലിയ പാഠമാണ്. അച്ചടക്കമില്ലാത്ത നേതൃത്വത്തിന് കീഴിൽ എത്ര വലിയ സംവിധാനം ഉണ്ടെങ്കിലും അത് തകർന്നടിയും. K2 എയർവേസ് പോലുള്ള സ്വകാര്യ കമ്പനികൾക്ക് ലൈസൻസ് നൽകുന്നതിലും അവയുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിലും പാക് ഭരണകൂടം കാണിക്കുന്ന അനാസ്ഥയാണ് ഇന്ന് 5 ജീവനുകൾ ബലിയാടാകാൻ കാരണം. ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുന്ന ഇത്തരം കമ്പനികൾക്ക് കൂട്ടുനിൽക്കുന്ന ഭരണകൂടത്തിന്റെ മുഖം ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നു. അധികാരവും അഴിമതിയും മാത്രം ലക്ഷ്യമിടുന്ന ഭരണകൂടത്തിന്റെ ദുരന്ത മുഖമാണിത്. ഇനിയും ഇത്തരം അനാസ്ഥകൾ തുടർന്നാൽ കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെടുമെന്നതിൽ സംശയവുമില്ല. ലോകരാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ വീണ്ടും നാണം കെടുന്ന കാഴ്ചയാണിത്. ഒരു കാർഗോ വിമാനത്തെ പോലും കണ്ടെത്താൻ കഴിയാത്തവർ എങ്ങനെയാണ് ആഗോള വെല്ലുവിളികളെ നേരിടുക? ഭാരതം പോലുള്ള രാജ്യങ്ങൾ ഏറ്റവും മികച്ച സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ പാകിസ്ഥാൻ ഇത്തരം അനാസ്ഥകൾ കൊണ്ട് സ്വന്തം ജനതയെ മരണത്തിന് വിട്ടുകൊടുക്കുന്നു. ഈ തിരോധാനത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നത് പോലും ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷാ ചട്ടക്കൂട് ഇത്രയും ദുർബലമാകുമ്പോൾ ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന അവസ്ഥയുമാണ് അവിടെയുള്ളത്. ഭീകരതയ്ക്കും അഴിമതിക്കും വളം വെച്ചു കൊടുക്കുന്നവർക്ക് പിന്നിൽ കൂടുതൽ എന്ത് പറയാനാണ്? വിമാനത്തിലുണ്ടായിരുന്ന 5 ജീവനക്കാരുടെ കുടുംബങ്ങളുടെ അവസ്ഥ അതീവ ദയനീയമാണ്. ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും വെറും പ്രസ്താവനകളല്ലാതെ കൃത്യമായ ഒരു അന്വേഷണമോ സുരക്ഷ ഉറപ്പോ ഉണ്ടാകുന്നില്ല. ഇത്രയും കാലമായിട്ടും യാതൊരു മാറ്റവും വരുത്താത്ത പാക് ഭരണകൂടം ഈ വിമാനാപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? കറാച്ചിയിൽ ഇപ്പോൾ നടക്കുന്ന ഈ നാടകീയമായ തിരച്ചിൽ വെറും ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള തന്ത്രം മാത്രമാണ്. ഉത്തരങ്ങൾ തേടിയുള്ള ഈ യാത്രയിൽ പാകിസ്ഥാന്റെ കള്ളത്തരം ഓരോ ദിവസവും പുറത്തു വന്ന് കൊണ്ടിരിക്കുകയാണ്. അഴിമതിയും അനാസ്ഥയും മുഖമുദ്രയാക്കിയവർക്ക് ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയും? യാഥാർത്ഥ്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. പാകിസ്ഥാന്റെ ഈ ദയനീയാവസ്ഥ കണ്ട് ലോകം ഒന്നടങ്കം അമ്പരപ്പിലാണ്. അച്ചടക്കത്തിന്റെയും വ്യക്തമായ കാഴ്ചപ്പാടിന്റെയും അഭാവം എങ്ങനെ ഒരു രാജ്യത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വിമാന തിരോധാനം.
ഇനിയെങ്കിലും പാകിസ്ഥാൻ തങ്ങളുടെ പിഴവുകൾ തിരുത്തി ശക്തമായ ഭരണവും സുരക്ഷാ സംവിധാനവും കൊണ്ടുവരാൻ തയ്യാറായില്ല എങ്കിൽ രാജ്യം ഇനി ഭൂപടത്തിൽ പോലും കാണില്ല. അല്ലാത്തപക്ഷം ഇനിയും വലിയ ദുരന്തങ്ങളും അവരെ കാത്തിരിക്കുന്നുണ്ട്. അച്ചടക്കമില്ലാത്ത ജനതയ്ക്കും ഭരണകൂടത്തിനും ഒടുവിൽ ഈ പാതയിൽ സഞ്ചരിക്കാനേ കഴിയൂ. കറാച്ചി തീരത്ത് അപ്രത്യക്ഷമായ ഈ കാർഗോ വിമാനം കേവലം ഒരു സാങ്കേതിക പരാജയമല്ല, പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിന്റെ തകർന്നടിഞ്ഞ വ്യവസ്ഥിതിയുടെ നേർസാക്ഷ്യമാണ്. എന്തിനും ഏതിനും അഴിമതിയും രാഷ്ട്രീയ താല്പര്യങ്ങളും മാത്രം നോക്കുന്ന അവിടുത്തെ ഭരണകൂടം അന്താരാഷ്ട്ര വ്യോമയാന സുരക്ഷാ മാനദണ്ഡങ്ങളെ എത്ര ലാഘവത്തോടെയാണ് കാണുന്നതെന്നതിന് ഈ സംഭവം വലിയൊരു തെളിവാണ്. അഴിമതി കൊടികുത്തി വാഴുന്ന പാക് വ്യോമയാന മേഖലകളിൽ ഇത്തരം അജ്ഞാന തിരോധാനങ്ങൾ വരാനിരിക്കുന്ന വലിയ അപകടങ്ങളുടെ മുന്നോടിയാണ്. ഒരു വിമാനത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നത് ഏതൊരു രാജ്യത്തിന്റെയും അടിസ്ഥാന ബാധ്യതയാണ്. എന്നാൽ സ്വന്തം മണ്ണിൽ തന്നെ തീവ്രവാദത്തിനും അരാജകത്വത്തിനും വളം വെച്ചു കൊടുക്കുന്നവർക്ക് എങ്ങനെയാണ് ആകാശ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുക? ഇതിന് പിന്നിൽ ചിലപ്പോൾ പാകിസ്ഥാൻ അധികൃതർ തന്നെ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന എന്തൊക്കെയോ ഗൂഢ രഹസ്യങ്ങളും ഉണ്ടാകാം. ഈ തിരോധാനത്തിന് ശേഷം പാക് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകൾ വെറും പ്രഹസനങ്ങളാണ്. സത്യം പുറത്തു വരാൻ ഭയക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ ഒളിച്ചു കളിയാണിത്. K2 എയർവേസ് പോലുള്ള സ്വകാര്യ കമ്പനികളുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ അവിശുദ്ധ കൂട്ടുകെട്ടുകളും സർക്കാർ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും ഒത്തുചേരുമ്പോൾ 5 പാവം ജീവനക്കാരുടെ ജീവിതം കരിനിഴലാകുന്നു. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾ സുരക്ഷിതരാണെന്ന് വരുത്തി തീർക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന ഇത്തരം നാടകങ്ങൾ ലോക ജനത തിരിച്ചറിയുന്നുമുണ്ട്. അച്ചടക്കമില്ലാത്ത, ആസൂത്രണമില്ലാത്ത ഒരു വ്യവസ്ഥിതിക്ക് ഒരിക്കലും വിമാനങ്ങൾ സുരക്ഷിതമായി പറക്കാൻ അവസരമൊരുക്കാൻ കഴിയില്ല. ലോകരാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ വീണ്ടും പരിഹാസ്യരാകുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സുരക്ഷ എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാത്ത ഒരു ഭരണകൂടത്തിന് കീഴിൽ ഇനിയും എത്ര ജീവനുകൾ ഇത്തരത്തിൽ ബലിയാടാകുമെന്നതാണ് ഏറ്റവും ഭയാനകമായ ചോദ്യം. ഭാരതത്തിൽ ഒരു വിമാനം പോലും അപ്രത്യക്ഷമായാൽ മിനിറ്റുകൾക്കുള്ളിൽ അത് കണ്ടെത്താനുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയും സജ്ജമായ സൈനിക സംവിധാനങ്ങളും നമുക്കുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാനിൽ സുരക്ഷ എന്നത് ഒരു പ്രഹസനമാണ്. അവർ തിരച്ചിലിനായി നിയോഗിച്ച നാവികസേനയുടെ PNS സുൽഫിക്കർ കപ്പലോ വ്യോമസേനയുടെ വിമാനങ്ങളോ ഇതുവരെ ഒരു ചെറിയ തുമ്പ് പോലും കണ്ടെത്താത്തത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? തിരച്ചിലിന് വേണ്ടിയുള്ള കാര്യക്ഷമമായ ആസൂത്രണം ഇല്ലായ്മയാണ് ഇവിടെ വെളിപ്പെടുന്നത്. കറാച്ചി തുറമുഖത്തിന്റെ സമീപത്ത് പോലും സുരക്ഷാ നിരീക്ഷണം ഇത്രയും ദുർബലമാണെങ്കിൽ അവരുടെ അതിർത്തികൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന് ചിന്തിക്കാം. BJP സർക്കാർ ഭാരതത്തിന്റെ അതിർത്തികളിൽ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയും കർശനമായ നിരീക്ഷണവുമാണ് ഉറപ്പുവരുത്തുന്നത്. നമ്മൾ ഭാരതീയർ ഇന്ന് സുരക്ഷിതമായ ഒരു നാടാണ്. എന്നാൽ പാകിസ്ഥാന്റെ ഈ ദയനീയാവസ്ഥ നമ്മുടെ അയൽപ്പക്കത്ത് നിലനിൽക്കുന്ന ഭീഷണിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അച്ചടക്കമുള്ള നേതൃത്വവും കൃത്യമായ ഭരണ രീതിയും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയൂ. ആ അച്ചടക്കമാണ് ഇന്ന് ഭാരതത്തെ ലോകരാജ്യങ്ങൾക്കിടയിൽ മുൻപന്തിയിൽ നിർത്തുന്നത്. മറുവശത്ത് പാകിസ്ഥാൻ അഴിമതിയിലും ഭീകരതയിലും നിറയുമ്പോൾ അവരുടെ ജനങ്ങൾ ഇത്തരം ദുരന്തങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്നു. പാകിസ്ഥാന്റെ ആകാശസീമയിൽ ഇത്തരം അജ്ഞാത ഇടപെടലുകൾ നടക്കുന്നത് ആദ്യമായല്ല. ആഭ്യന്തര കലഹങ്ങളും തീവ്രവാദ സംഘടനകളുടെ സ്വാധീനവും ശക്തമായ ഒരു രാജ്യത്ത് ഇത്തരം കാർഗോ വിമാനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനുമാവില്ല. നമ്മൾ നമ്മളുടെ അതിർത്തികൾ കാക്കുമ്പോൾ പാകിസ്ഥാൻ തങ്ങളുടെ ജനതയെ മരണത്തിന് വിട്ടുകൊടുക്കുന്നു. ഈ തിരോധാനത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നത് പോലും ഗൗരവമായി പരിശോധിക്കുന്നില്ല. സുരക്ഷാ ചട്ടക്കൂട് ഇത്രയും ദുർബലമാകുമ്പോൾ ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന അവസ്ഥയാണ് അവിടെയുള്ളത്. ഈ ദുരന്തം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. രാജ്യത്തിന്റെ സുരക്ഷയിലും അച്ചടക്കത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ചെയ്യുന്നത് കൊണ്ട് ഭാരതം ഇന്ന് അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്നു. അയൽ രാജ്യത്തെ ഈ ദുരന്തം ശരിയായ നേതൃത്വത്തിന്റെ വില എന്താണെന്ന് ലോകത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ സുരക്ഷിതരാണ്. എന്നാൽ ഇത്തരമൊരു ദുരന്തം അയൽ രാജ്യത്ത് സംഭവിക്കുമ്പോൾ അവരുടെ വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മുടെ അതിർത്തികൾ കൂടുതൽ ശക്തമാക്കുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. സുരക്ഷ എന്നത് ഒരു രാജ്യത്തിന്റെ അഭിമാനമാണ്. അത് പാകിസ്ഥാൻ ഒരിക്കലും കൈവരിക്കാൻ കഴിയില്ല. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.